Hello, hello. ഹലോ. അപ്പോൾ നമ്മുടെ PYQ സെഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ സെഷൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജോഗ്രഫിയുടെ വേൾഡ് ജോഗ്രഫി കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വേൾഡ് ജോഗ്രഫി ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് കൂടുതലായിട്ടും നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ സാറ്റർഡേ ഇനിയിപ്പോൾ മറ്റന്നാൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇത് വരുന്നുണ്ടല്ലോ, എക്സാം വരുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? നന്നായിട്ട് പോകുന്നു? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? നമ്മുടെ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൂടുതലായിട്ടും എന്താണ് പ്ലസ് ടു ലെവൽ എക്സാമുകളിൽ നിന്നുള്ള എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ മെയിൻസ് എന്താണ് പേപ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിത് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അമ്ലമഴ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡ് റെയിൻസ് അല്ലെ, ആസിഡ് റെയിൻസിന് കാരണമാകുന്നത് എന്നുള്ളതാണ് എന്ത് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ജലമലിനീകരണം, ഭൂമി മലിനീകരണം, ശബ്ദ മലിനീകരണം, വായു മലിനീകരണം. വളരെ ഈസി ആയിട്ടല്ലേ നമ്മുടെ പൊല്യൂഷൻ എന്ന് പറയുന്ന അല്ലെ, ജോഗ്രഫിയുടെ പൊല്യൂഷൻ എന്ന് പറയുന്ന എന്താണ് ഏരിയയിൽ നിന്ന് അല്ലെ, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആസിഡ് റൈറ്റ്സിന് കാരണമാകുന്ന എന്ത് തരത്തിലുള്ള മലിനീകരണമാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എന്താണ് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ എന്താണ് വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് ആൻസറിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ് അല്ലേ, വായുമലിനീകരണമാണ് അല്ലേ. വായുമലിനീകരണമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ആസിഡ് റെയിൻസിന് അല്ലെങ്കിൽ അമ്ലമഴയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസം അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? വായുമലിനീകരണമാണ് എന്ത് ചെയ്യുന്നത് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം അല്ലെ, അന്തരീക്ഷം അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ഏരിയയിൽ എന്താണ് നമുക്കറിയാം അല്ലെ, ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വാതകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വാതകം. അതിന് തൊട്ട് താഴെ ഓക്സിജൻ ഉണ്ട്, മൂന്നാമതായി കാണുന്നതാണ് ആർഗൺ, നാലാമതായി വരുന്നതാണ് ആളാണ് എന്ത് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. എന്ത് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നൈട്രജൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ എന്താണ് ഓക്സിജൻ രണ്ടാമതായി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രണ്ടാമത്തെ വാതകം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം എന്നുണ്ടെങ്കിൽ എന്തായി മാറിയനെ ഉത്തരം ഓക്സിജനായി മാറിയനെ. മൂന്നാമത്തത് ആർഗൺ, നാലാമത്തത് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് ഇത് ഈ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ചോദ്യം എന്ന് പറയുന്നത് ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ത് തരം നാച്ചുറൽ ഏജൻസ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അടുത്ത അതിനുള്ള ഓപ്ഷൻസ് എന്താണ്? നദികൾ, രണ്ടാമത്തത് ബി എന്ന് പറഞ്ഞ ഹിമാനി, സി എന്ന് പറയുന്നത് തിരമാലകൾ വേവ്സ് അല്ലേ. ഇനി നാലാമതായി വരുന്നതാണ് കാറ്റ് എന്താണ് കാറ്റ്. അപ്പൊ നമ്മൾ എന്താണ് 4 ഓപ്ഷൻസിൽ എന്താണ് ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് കാറ്റാണ് എന്നാണ് നമ്മൾ പഠിച്ച സമയത്തല്ലേ. ലോയിസ് സമതലങ്ങളെ പറ്റി നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ലോയിസ് സമതലങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കാറ്റ് എന്ത് ചെയ്യുന്ന കാറ്റിന്റെ ഒരു ഡിപ്പോസിഷണൽ ലാൻഡ് ഫോം ആണ് ഇത് ഈ ലോയിസ് സമതലങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ എന്താണ് കാറ്റിന്റെ ഒരു ഡിപ്പോസിഷണൽ ലാൻഡ് ഫോം ആണ്. നമ്മൾ അന്ന് പഠിച്ച സമയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ചൈനയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്,
ഓക്കെ, അപ്പൊ ചൈനയിലൊക്കെയാണ് ഇത്തരം സമതലങ്ങൾ കൂടുതലായി കാണുന്നത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ആ സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കാറ്റാണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കാറ്റിന്റെ മറ്റ് ഡിപ്പോസിഷൻ ലാൻഡ് ഫോംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാല്ലേ, ബർച്ചൻസ് എന്ന് പറയുന്ന എന്താണ് കാറ്റിന്റെ എന്താണ് ഒരുതരം ഡിപ്പോസിഷൻ ലാൻഡ് ഫോം ആണ് അല്ലേ. എന്താണ് ചന്ദ്രക്കല ആകൃതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എന്താണ് മണൽ കൂനകളെ നിക്ഷേപിക്കുന്നതിനെ പറയുന്ന പേരാണ് ബർച്ചൻസ് എന്നല്ലേ. അതുപോലെ തന്നെ എന്താണ് ഇതിനെ പറയുന്ന സാൻഡ് ഡ്യൂൺസ് അല്ലെ. സാൻഡ് ഡ്യൂൺസ് എന്നാണ് ഇത് പൊതുവിൽ ഇവരെ അറിയപ്പെടുന്നത്. സാൻഡ് ഡ്യൂൺസ് അല്ലെങ്കിൽ മണൽ കൂനകൾ എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവരെ അറിയപ്പെടുന്നത്. അതിൽ തന്നെ എന്താണ് ബർച്ചൻസ്, അതൊരു ടൈപ്പാണ്. പരാബോളിക് ഡ്യൂൺസ് അതിന്റെ ഒരു ടൈപ്പാണ്. ബർച്ചൻസ്, പരാബോളിക് ഡ്യൂൺസ്, അതുപോലെ തന്നെ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ്, അതുപോലെ തന്നെ എന്താണ് ട്രാൻസ്വേഴ്സ് ഡ്യൂൺസ്. ഇതൊക്കെ എന്താണ് നമ്മുടെ എന്താണ് കാറ്റിന്റെ ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ആണ്. ഇനി എന്താണ് ഇറോഷൻ ലാൻഡ് ഫോംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കറിയാലോ, നമ്മൾ പഠിച്ചിട്ടുള്ള കേസാണ്. എന്താണ് ഇറോഷൻ ലാൻഡ് ഫോംസ്, യാർഡങ്, വെൻഡിഫാക്ട്സ് അല്ലെ. വെൻഡിഫാക്ട്സ് ഇതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ കാറ്റിന്റെ എന്താണ് ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണല്ലോ. ഇറോഷണൽ ലാൻഡ് ഫോംസിൽ വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഈ ലാൻഡ് ഫോംസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് കാണാറുണ്ട് കേട്ടോ. സോ എന്ത് ചെയ്യുക, അതൊന്ന് നന്നായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? അപ്പൊ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലെ. ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന്റെ എന്താണ് അതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ എന്താണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു റീജിയനിൽ നിന്ന് വന്നിട്ടുള്ള എന്താണ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം അല്ലെ, ട്രോപ്പോസ്ഫിയർ. നമ്മൾ പഠിച്ചിട്ടുള്ള കേസാണല്ലേ. ട്രോപ്പോസ്ഫിയറിലാണ് എല്ലാ തരത്തിലുള്ള പ്രതിഭാസങ്ങളും നടത്തുന്ന അന്തരീക്ഷ മണ്ഡലം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, നമ്മുടെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ മണ്ഡലം ആണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ട്രോപ്പോസ്ഫിയർ ആണ് എന്താ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഹരിതഗ്രഹ പ്രഭാവം ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള എന്താണ് അന്തരീക്ഷ പ്രതിഭാസങ്ങളോ ആയിക്കോട്ടെ, അതെല്ലാം നടക്കുന്ന എന്താണ് ട്രോപ്പോസ്ഫിയറിലാണെന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏറ്റവും എന്താണ് അന്തരീക്ഷത്തിന്റെ ലെയേഴ്സ് നോക്കുമ്പോൾ ഏറ്റവും താഴെയുള്ള അല്ലെ, ഭൂമിയുമായി എന്താണ് ടച്ച് ചെയ്ത് നിൽക്കുന്ന ലെയർ കൂടിയാണ് ഇത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അതിന്റെ മുകളിലായി കാണുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ, അതിന്റെ മുകളിലായി മീസോസ്ഫിയർ, അതിന്റെ മുകളിലായി കാണപ്പെടുന്നതാണ് തെർമോസ്ഫിയറിന്റെ എന്താണ് ലോവർ പോർഷനിൽ കാണപ്പെടുന്ന എന്താണ് ഒരു ലെയർ ആണ് അല്ലെ, അതിനകത്ത് ഒരു സബ് ലെയർ ആണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള അല്ലെ കിട്ടുന്ന കാര്യങ്ങളുമാണ് എന്ത് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം. നെക്സ്റ്റ് എന്താണ് വരുന്നത്, നെക്സ്റ്റ് വരുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. മാർബിൾ ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? മാർബിൾ എന്ന് പറയുന്നത് ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണെന്നാണ് എന്ത് ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്, നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ ആഗ്നേയശില, ബി കായാന്തരിത ശില, സി എന്ന് പറഞ്ഞ അവസാദശില, ഡി എന്ന് പറഞ്ഞാൽ പാതാളശില. അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ആഗ്നേയശില എന്ന് പറഞ്ഞാൽ ഇഗ്നിയസ് റോക്കുകൾ അല്ലെ. ഇഗ്നിയസ് റോക്സിനാണ് നമ്മൾ ആഗ്നേയശില എന്ന് പറയുന്നത്. മെറ്റാമോർഫിക് റോക്കുകളെയാണ് നമ്മൾ കായാന്തരിത ശില എന്ന് പറയുന്നത്. സെഡിമെന്ററി റോക്കിനെയാണ് നമ്മൾ അവസാദശില എന്ന് പറയുന്നത്. ഈ ഇഗ്നിയസ് റോക്സിന്റെ ഒരു സബ് ഡിവിഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ പാതാളശില എന്ന് പറയുന്നത്. ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സും എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സും അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ള കേസാണ്. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു ആളാണ് എന്ത് ഈ പാതാളശില എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇയാളെ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. ഇനി മാർബിൾ ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി മെറ്റാമോർഫിക് റോക്സ് അല്ലെങ്കിൽ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് ഇത് മാർബിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലെ, ഇഗ്നിയസ് റോക്സ് അല്ലെ. നമുക്ക് ആ റോക്ക് സൈക്കിളൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് നമ്മുടെ എന്താണ് ലാവയിൽ നിന്നോ മാഗ്മയിൽ നിന്നോ അല്ലെ, ശിലാദ്രവമായിട്ടുള്ള ലാവയിൽ നിന്നോ മാഗ്മയിൽ നിന്നോ ഡയറക്റ്റ് ഉണ്ടാകുന്ന അല്ലെ, എന്താണ് ഡയറക്റ്റ് അവയിൽ നിന്നുണ്ടാകുന്ന എന്താണ് റോക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആഗ്നേയശിലകൾ എന്ന് പറയുന്നത്.
ഇനി അവർക്ക് എന്താണ് വെതറിങ് സംഭവിച്ച്, അല്ലെ അവർക്ക് എന്താണ് വെതറിങ് സംഭവിച്ച് അവിടെ നിന്നുണ്ടാകുന്ന അവക്ഷിപ്തങ്ങൾ, അല്ലെ അവക്ഷിപ്തങ്ങൾ എവിടെയെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്തതിനു ശേഷം അവയിൽ എന്താണ് സിമെന്റേഷനും അതുപോലെ തന്നെ എന്താണ് കോമ്പാക്ഷനും ഒക്കെ നടന്നുണ്ടാകുന്ന റോക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്കുകൾ എന്ന് പറയുന്നത്. അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്കുകൾ എന്ന് പറയുന്നത്. ഇനി അവർ പിന്നെയും എന്താണ് മാറ്റങ്ങൾക്ക് എന്താണ് വിധേയമാക്കുമ്പോൾ, അല്ലെ അവസാദ ശിലകളായാലും ഇഗ്നിയസ് എന്താണ് ആഗ്നേയശിലകളായാലും അവർക്ക് എന്താണ് മാറ്റങ്ങൾ, അല്ലെ അവർക്ക് എന്താണ് അവർക്കുണ്ടാകുന്ന പ്രഷർ ടെമ്പറേച്ചർ, അല്ലെ പ്രഷർ ടെമ്പറേച്ചർ താപനിലയിലുള്ള മാറ്റങ്ങൾ, എന്താണ് മർദ്ദത്തിലുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഡെപ്ത്, അല്ലേ ഡെപ്ത് ആഴത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ താപനില, മർദ്ദം, ആഴം ഈ 3 ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ഫിസിക്കൽ സ്റ്റേറ്റ് ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റിൽ തന്നെ നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യില്ല, ഒരിക്കലും മെൽറ്റ് ചെയ്യില്ല, ഉരുകില്ല. അതിനു മുന്നേ എന്ത് ചെയ്യും, അവരുടെ മിനറൽ കോമ്പോസിഷൻ എല്ലാം എന്ത് ചെയ്യും, മാറ്റങ്ങൾ സംഭവിക്കും. അത്തരത്തിൽ ഉണ്ടാകുന്ന റോക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കായാന്തരിത ശിലകൾ അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 തരത്തിലുള്ള റോക്കുകളെയാണ് എന്ത് പറയുന്നത്, നമ്മുടെ പ്രധാനപ്പെട്ട റോക്കുകളുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മാർബിൾ എന്ന് പറയുന്നത് മെറ്റാമോർഫിക് റോക്കാണ്. എന്ത് തരം റോക്കിന് എന്താണ് മെറ്റാമോർഫിസം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മാർബിൾ കിട്ടുന്നത്, നമുക്കറിയാം. ലൈം സ്റ്റോൺ അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ലിന്റെ താപനിലയിലും മർദ്ദത്തിലും ആഴത്തിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാരണം രൂപമാറ്റം സംഭവിച്ച് ഉണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർബിൾ എന്ന് പറയുന്നത്. എന്താണ് കാൽഷ്യം കാർബണേറ്റ്, അല്ലെ കാൽഷ്യം കാർബണേറ്റ് ഡിപ്പോസിറ്റ്. കാൽഷ്യം കാർബണേറ്റ് ആണ് ഇതിന്റെ മിനറൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ കാൽസൈറ്റ് എന്ന് പറയും. കാൽസൈറ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യും പറയും. ഇത്തരം കാൽസൈറ്റ് എൻറിച്ച്ഡ് ആയിട്ടുള്ള എന്താണ് നമ്മുടെ റോക്ക് ആയിട്ടുള്ള ലൈം സ്റ്റോൺ അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ലിന്റെ താപനില, മർദ്ദം, ആഴം എന്നീ ഫാക്ടറുകൾക്ക് മാറ്റം സംഭവിച്ചുണ്ടാകുന്ന റോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കായാന്തരിത ശിലകൾ എന്ന് അല്ലെങ്കിൽ മാർബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് ആ ഭാഗം ക്ലിയർ ആയി. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബെറിങ് കടലിടുക്ക് വഴി തെക്കോട്ടൊഴുകുന്ന സമുദ്രജല പ്രവാഹം. ബെറിങ് കടലിടുക്ക് വഴി എന്താണ് തെക്കോട്ടൊഴുകുന്ന സമുദ്രജല പ്രവാഹമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ബെറിങ് കടലിടുക്ക് എവിടെയാണ്ടാ? ബെറിങ് സ്ട്രേറ്റ് എവിടെയാണ്? അപ്പൊ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഓഷ്യാനോഗ്രഫി, അല്ലെ ഓഷ്യാനോഗ്രഫിയിലെ ഓഷൻ കറൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത്. അപ്പൊ ഇതിനകത്ത് പ്രൈമറി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബെറിങ് കടലിടുക്ക് എവിടെയാണ്? എന്താണ് ഒരു കടലിടുക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്? എന്താണടാ ഒരു കടലിടുക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കടലിടുക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്താണ് ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കടലിടുക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താണ് ഒരു സ്ട്രെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? യെസ്, അലാസ്കയ്ക്ക് അടുത്തായി, അല്ലെ പറഞ്ഞു. എന്താണ് നമ്മുടെ ബെറിങ് സ്ട്രെയിറ്റ് എവിടെയാണെന്ന് പറഞ്ഞു. അലാസ്കയ്ക്ക് അടുത്തായിട്ടാണ് നമ്മുടെ ബെറിങ് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ജലാശയങ്ങളെ അല്ലെങ്കിൽ കടലുകളെ അല്ലെങ്കിൽ ജലാശയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നാരോ പാസേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെയിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് മേജർ ആയിട്ടുള്ള സ്ട്രെയിറ്റുകളെ, അല്ലെ രണ്ട് മേജർ ആയിട്ടുള്ള കടലുകളെ അല്ലെങ്കിൽ ജലാശയങ്ങളെ എന്ത് ചെയ്യും? തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാരോ ആയിട്ടുള്ള പാസേജുകളെയാണ്, നാരോ പാസേജ് ഓഫ്
വാട്ടർ അല്ലെങ്കിൽ തിൻ ചാനൽസ് ഓഫ് വാട്ടർ വേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെയിറ്റുകൾ എന്ന് പറയുന്നത്. സ്ട്രെയിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, അപ്പോൾ സ്ട്രെയിറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ ചോദ്യം, ബെറിംഗ് സ്ട്രെയിറ്റ് എവിടെയാണ്? ബെറിംഗ് സ്ട്രെയിറ്റ് എവിടെയാണ്? ആ ബെറിംഗ് സ്ട്രെയിറ്റ് ഏതൊക്കെ എന്താണ് കടലുകളെയാണ്, ഏതൊക്കെ കടലുകളാണ് അല്ലെങ്കിൽ സീസിനെയാണ് എന്ത് ചെയ്യുന്നത്? ബന്ധിപ്പിക്കുന്നത്. ബെറിംഗ് സ്ട്രെയിറ്റ് ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 2 സീസ് കടലുകൾ ഏതൊക്കെയാണ്? ബെറിംഗ് സ്ട്രെയിറ്റ് ബെറിംഗ് സ്ട്രെയിറ്റ് എടാ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ, ഒരു വേൾഡ് മാപ്പ് നോക്കട്ടെ. ഓക്കെ, ഇതൊരു വേൾഡ് മാപ്പാണെന്ന് ഇരിക്കട്ടെ. ഇരിക്കട്ടെ അല്ല, ഇതൊരു വേൾഡ് മാപ്പ് ആണല്ലോ, കാണാമല്ലോ. ഓക്കെ, നോക്കടാ, ഇതൊരു വേൾഡ് മാപ്പാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്താണ് ബെറിംഗ് സ്ട്രെയിറ്റിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു അലാസ്കയ്ക്ക് അടുത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബെറിംഗ് സ്ട്രെയിറ്റ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ അലാസ്ക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അമേരിക്കയുടെ അല്ലെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഏത്? അലാസ്ക എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റും അതുപോലെ തന്നെ ഏഷ്യൻ കോണ്ടിനെന്റിനും ഇടയ്ക്ക് കാണപ്പെടുന്ന ഒരു നാരോ പാസേജ് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇനി ബെറിംഗ് സ്ട്രെയിറ്റ് ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കടലുകൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ നമ്മുടെ പസഫിക് സമുദ്രം അല്ലെ. പസഫിക് സമുദ്രത്തിനെ എന്താണ്? ആർട്ടിക് ഓഷനുമായിട്ട് അല്ലെ, സമുദ്രത്തിനെ ആർട്ടിക് ഓഷനുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സ്ട്രെയിറ്റ് ആണ് ഏത്? ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇനി അത് മറന്നു പോകരുത്. ആർട്ടിക് ഓഷനെ പസഫിക് ഓഷനുമായി ബന്ധിപ്പിക്കുന്ന എന്താണ് ഒരു പ്രധാനപ്പെട്ട കടലിടുക്കാണ് ഏത്? ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇനി അത് തിരിഞ്ഞു പോകരുത് കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? എന്താണ് സ്ട്രെയിറ്റ് എന്ന് മനസ്സിലായി. എന്താണ് ബെറിംഗ് സ്ട്രെയിറ്റ് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് 2 മേജർ ആയിട്ടുള്ള സീസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നാരോ പാസേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെയിറ്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. രണ്ടാമതായി പറഞ്ഞത് ബെറിംഗ് സ്ട്രെയിറ്റ് എവിടെയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ പസഫിക് ഓഷനെ ആരുമായി ബന്ധിപ്പിക്കുന്നു? ആർട്ടിക് ഓഷനുമായി ബന്ധിപ്പിക്കുന്ന ആ ഒരു നാരോ പാസേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ബെറിംഗ് സ്ട്രെയിറ്റ് ആർക്കൊക്കെ ഇടയിലാണ്? ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിനും ഏഷ്യൻ കോണ്ടിനെന്റിനും ഇടയിലാണ്, അല്ലെങ്കിൽ അതിനിടയിൽ കാണപ്പെടുന്ന സ്ട്രെയിറ്റ് ആണ് ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കൺട്രീസിനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന ആ ഒരു നാരോ പാസേജ് ആണ് ഏത്? നമ്മുടെ ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ബെറിംഗ് കടലിടുക്ക് വഴി തെക്കോട്ടൊഴുകുന്ന സമുദ്രജല പ്രവാഹം ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ബെറിംഗ് കടലിടുക്ക് എന്ന് പറയുന്നത് ആർട്ടിക് ഓഷനെയും പസഫിക് ഓഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്താണ് നമ്മുടെ സമുദ്രജല പ്രവാഹമായത് സമുദ്രജല പ്രവാഹത്തിനെ പറ്റി ആയതുകൊണ്ട് തന്നെ ഇത് പസഫിക് ഓഷനിലെ എന്താണ് സമുദ്രജല പ്രവാഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത് നമുക്ക് എന്താണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഇത് നോർത്ത് പസഫിക് ഓഷനിലെയാണോ സൗത്ത് പസഫിക് ഓഷനിലെയാണോ? അപ്പൊ എന്താണ് നമ്മുടെ നോർത്ത് പസഫിക് ഓഷൻ ആണല്ലേ. കാരണം റഷ്യയും നോർത്ത് അമേരിക്കയൊക്കെ വരുന്നത് എവിടെ തന്നെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. സോ എന്താണ് ഇത് നോർത്ത് പസഫിക് ഓഷനിലെ എന്താണ് നമ്മുടെ സമുദ്ര ജല പ്രവാഹങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യനെ ഡീകോഡ് ചെയ്തു. ഇനി ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ബെറിംഗ് സ്ട്രെയിറ്റിനെ പറ്റി ചോദിച്ചപ്പോൾ ആരും ഒന്നും മിണ്ടാത്തത് കൊണ്ടാണ് ഞാൻ 2-3 ചോദ്യങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ 2-3 സ്ട്രെയിറ്റുകളുടെ പേരെഴുതാം. അത് ആരെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെന്ന് പറയുക. അപ്പൊ ഒന്നാമത്തത് സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ. 2 സ്ട്രെയിറ്റ് ഓഫ് മലാക്ക അല്ലെങ്കിൽ മലാക്ക സ്ട്രെയിറ്റ്. 3
സ്ട്രെയിറ്റ് ഓഫ് ബാബൽ മണ്ടബ്. സ്ട്രൈറ്റുകൾ ഇനി ഒരുപാടുണ്ട്. ഇനി എന്താണ് 4 നമുക്ക് അറിയാവുന്ന സ്ട്രൈറ്റും കൂടെ എടുക്കാം. പാർക്ക് സ്ട്രൈറ്റ്. ഈ 4 സ്ട്രൈറ്റുകളും ആരെയൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യടാ, ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. യെസ്, കുറച്ചുപേരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. കുറച്ചുപേരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നോക്കാം. സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത് ആഫ്രിക്കൻ കോണ്ടിനെന്റിനും യൂറോപ്പിനും ഇടയിൽ കാണുന്ന ഒരു നാരോ പാസേജ് ആണ് ഇത് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. ആഫ്രിക്കനും യൂറോപ്പിനും ഇടയിലാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അതിനിടയിൽ ആഫ്രിക്കയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള സമുദ്രം അല്ലെങ്കിൽ കടൽ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീ ആണല്ലേ. മെഡിറ്ററേനിയൻ സീ ആണ്. അപ്പോൾ മെഡിറ്ററേനിയൻ സീയെയും അതുപോലെ തന്നെ അറ്റ്ലാന്റിക് ഓഷനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. ഇനി സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ട്രെയിറ്റ് ആണ് ഇത്, സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്നത്. ഇന്ത്യൻ ഓഷനെയും വേണമെങ്കിൽ സൗത്ത് ചൈന സീ അല്ലെങ്കിൽ പസഫിക് ഓഷൻ എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇന്ത്യൻ ഓഷനെയും സൗത്ത് ചൈന സീയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ട്രെയിറ്റ് ആണ് അല്ലെ. സ്ട്രെയിറ്റ് ആണ് ഏത്? സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്നത് ഇന്തോനേഷ്യക്കും എന്താണ് നമ്മുടെ ഏഷ്യൻ കോണ്ടിനെന്റ് ആ ഒരു ടിപ്പ് അല്ലെ, സൗത്ത് ഈസ്റ്റ് ഏഷ്യക്കും ഇടയിൽ കാണപ്പെടുന്ന ഒരു നാരോ പാസേജ് ആണ്. ഈ മലാക്ക സ്ട്രെയിറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയാണ് കേട്ടോ. വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നമ്മുടെ ഇന്ത്യൻ ഓഷൻ റീജിയനിൽ വളരെയധികം ഒരു ഗ്രിപ്പ് കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ മലാക്ക സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്ട്രെയിറ്റ് ഓഫ് ബാബൽ മണ്ടബ് ആണ് ചോദിച്ചേക്കുന്നത്. സ്ട്രെയിറ്റ് ഓഫ് ബാബൽ മണ്ടബ് യമൻ എന്ന് പറയുന്നത് നമ്മൾക്കറിയില്ലേ, അറേബ്യൻ രാജ്യമായിട്ടുള്ള യമനും അതുപോലെ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ജിബൂട്ടിക്കും ഇടയിൽ കാണപ്പെടുന്ന ഒരു സ്ട്രെയിറ്റ് ആണ് ഏത്? ബാബൽ മണ്ടബ് എന്ന് പറയുന്നത്. റെഡ് സീയെയും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് എയ്ഡനെയും തമ്മിൽ ഗൾഫ് ഓഫ് എയ്ഡൻ അല്ലെങ്കിൽ നമുക്ക് അറേബ്യൻ സീ എന്നും പറയാം. ഗൾഫ് ഓഫ് എയ്ഡൻ അല്ലെങ്കിൽ അറേബ്യൻ സീയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ട്രെയിറ്റ് ആണ് ഏത്? ബാബൽ മണ്ടബ് എന്ന് പറയുന്നത്. ഇനി പാക് സ്ട്രെയിറ്റ് നമുക്കറിയാലേ, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന ഒരു നാരോ സ്ട്രെയിറ്റ് ആണ്. ഗൾഫ് ഓഫ് മന്നാറിനെയും ബേ ഓഫ് ബംഗാളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ട്രെയിറ്റ് ആണ് ഏത്? പാക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ടു മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സ്ട്രെയിറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ട്രെയിറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഇത് മാത്രമല്ല, സുണ്ട സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്, സ്ട്രെയിറ്റ് ഓഫ് സുണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഇന്തോനേഷ്യയുടെ രണ്ട് ദ്വീപ സമൂഹങ്ങൾ തമ്മിൽ ഇടയിൽ കാണപ്പെടുന്നതാണ് ഇത് സുണ്ട സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാസ് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ ടാസ്മാൻ സീക്കും അതുപോലെ തന്നെ സൗത്ത് സീക്കും ഇടയിൽ കാണപ്പെടുന്നതാണ് ഏത്? ബാസ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബെറിംഗ് സ്ട്രെയിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ട്രെയിറ്റ് ആണ് അല്ലേ. അതുപോലെ തന്നെ പിന്നെ വരുന്ന ബോസ്ഫറസ് എന്ന് പറയുന്നത്
സീ ഓഫ് മർമറയ്ക്കും അതുപോലെ തന്നെ ബ്ലാക്ക് സീക്കും ഇടയിൽ കാണപ്പെടുന്ന സീ ഓഫ് മർമറ, അതായത് ശരിക്കും പറഞ്ഞാൽ ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിൽ അല്ലെ, ഏഷ്യൻ ടർക്കിക്കും യൂറോപ്യൻ ടർക്കിക്കും ഇടയിൽ കാണപ്പെടുന്ന ഒരു സ്ട്രേറ്റ് ആണ് ബോസ്ഫോറസ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അതെന്താണ് ശരിക്കും പറഞ്ഞാൽ സീ ഓഫ് മർമറ, സീ ഓഫ് മർമറയ്ക്കും അതുപോലെ തന്നെ ബ്ലാക്ക് സീക്കും ഇടയിൽ കാണപ്പെടുന്നതാണ് ഏത്, ബോസ്ഫറസ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രേറ്റ് ഓഫ് ഡാർഡനലിസ് എന്ന് പറയുന്നത് ഏജിയൻ സീക്കും അതുപോലെ തന്നെ എന്താണ് സീ ഓഫ് മർമറയ്ക്കും ഇടയിൽ കാണപ്പെടുന്നതാണ്, സീ ഓഫ് മർമറയ്ക്കും ഇടയിൽ കാണുന്നതാണ്. എഗെയിൻ എന്താണ് യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന ഒരു എന്താണ് സ്ട്രേറ്റ് ആണ് സ്ട്രേറ്റ് ഓഫ് ഡാർഡനലിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ അധികം എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രേറ്റുകൾ ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സമയം കിട്ടുന്ന പുറയ്ക്ക് എന്ത് ചെയ്യുക, ഒരു വേൾഡ് മാപ്പൊക്കെ എടുത്തു വെച്ച് ഇത്തരം സ്ട്രേറ്റുകളൊന്ന് നോക്കി പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കാം. എന്ത് ചെയ്യാം, ചിലപ്പോൾ ചോദിക്കാതെയും ഇരിക്കാം. സോ എന്തായാലും എന്ത് ഇത്തരം സ്ട്രാറ്റജിക്കായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ബെറിംഗ് സ്ട്രേറ്റ് നിങ്ങൾ പറയാത്തത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കണം കേട്ടോ. ഈ മേജർ ആയിട്ടുള്ള ന്യൂസിലൊക്കെ വരുന്ന അല്ലേ, പെട്ടെന്ന് എന്തെങ്കിലും എന്താണ് ന്യൂസിലൊക്കെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കാരണം വരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അത്തരം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ത് ചെയ്യുക, നമ്മൾ നോക്കി വെക്കുന്ന വേൾഡ് ജോഗ്രഫിയിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ചോദിക്കാനുള്ള സാധ്യതകൾ എന്ത് ചെയ്യണം, ആ ഒരു ഭാഗത്തുനിന്ന് കൂടുതലായിരിക്കും. അപ്പം എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്, ബെറിംഗ് കടലിടുക്ക് വഴി തെക്കോട്ടൊഴുകുന്ന സമുദ്രജല പ്രവാഹം ഏതെന്നാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, സമുദ്രജല പ്രവാഹങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം അല്ലെ, സമുദ്രജല പ്രവാഹങ്ങളെ പറ്റി പറഞ്ഞിരിക്കണം. അതിനെന്താണ് വളരെ സ്പെസിഫിക് ആയിട്ട് നോർത്ത് പസഫിക് ഓഷനിലുള്ള സമുദ്രജല പ്രവാഹങ്ങളെ പറ്റി എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നോർത്ത് പസഫിക്കിലുള്ള സമുദ്രജല പ്രവാഹങ്ങളെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലടാ, എല്ലാ സമുദ്രങ്ങളിലും എന്താണ് വളരെ കോമൺ ആയിട്ട്, അതായത് നമ്മുടെ എന്താണ് ഇക്വേറ്റർ റീജിയനിലൂടെ ഉള്ള എല്ലാ സമുദ്രങ്ങളിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു എന്താണ് ഓഷൻ കറണ്ടാണ് നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട്. അതിനെന്താണ് രണ്ട് സ്പ്ലിറ്റ്സ് ഉണ്ട്. അത് നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് എന്നും സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് എന്നുള്ള രണ്ട് കറണ്ട്സ് ആയിട്ട് നമുക്ക് തിരിക്കാം. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയർ നമ്മൾ പറയുമ്പോൾ എല്ലാം നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ടിലായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അയാൾ ഒരു എന്താണ് ഉഷ്ണജല പ്രവാഹമായിരിക്കും അല്ലെ, ഉഷ്ണജല പ്രവാഹമായിരിക്കും. അപ്പോൾ എന്താണ് നോർത്ത് പസഫിക് ഓഷനിലെ ഓഷൻ കറണ്ടും എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഈ ഒരു ഉഷ്ണജല പ്രവാഹത്തിൽ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് എന്ത് ചെയ്യും, നോർത്ത് വേർഡ് ആയിട്ട് അല്ലെ, കോറിയോളിസ് ഫോഴ്സിന്റെ ഇഫക്റ്റ് കാരണം നോർത്ത് വേർഡ് ആയിട്ട് സഞ്ചരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കുറോഷിയോ കറണ്ട് എന്ന് പറയുന്നത്. അതൊരു ഉഷ്ണജല പ്രവാഹമാണ്. ഉഷ്ണജല പ്രവാഹം എന്ത് ചെയ്യും, മുകളിലേക്ക് പോകും. ജപ്പാന്റെ സൈഡിലൂടെ അല്ലെ, സൈഡിലൂടെ ഫിലിപ്പൈൻസിന്റെ ഒക്കെ ആ സൈഡിലൂടെ ഇങ്ങനെ മുകളിലേക്ക് പോയി നമ്മുടെ റഷ്യക്ക് താഴെയുള്ള കംചട്ക പെൻസുലയുടെ അവിടേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഈ നോർത്തേൺ റീജിയനിൽ നിന്ന് ഒരു ശീതജല പ്രവാഹമായിട്ടുള്ള ഒയാഷിയോ കറണ്ട് അല്ലെ, ഒയാഷിയോ കറണ്ട് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു കുറോഷിയോ കറണ്ടുമായി ജോയിൻ ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ ഈ ഒയാഷിയോ കറണ്ട് എന്ന് പറയുന്ന ആൾ വരുന്ന എവിടെ നിന്നാണ്, ഈ ബെറിംഗ് സ്ട്രേറ്റിന്റെ അവിടെ നിന്നാണ് അല്ലെ. അത് പഠിച്ച സമയത്ത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ഒയാഷിയോ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, അലാസ്കയുടെ ഭാഗത്ത് നിന്ന് വരുന്ന എന്താണ് ഒരു ശീതജല പ്രവാഹമാണ് അല്ലെങ്കിൽ അത് ബെറിംഗ് സ്ട്രേറ്റിന്റെ ആ ഭാഗത്തൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അതിനെയാണ് നമ്മൾ ഒയാഷിയോ കറണ്ട് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു കുറോഷിയോ കറണ്ടുമായി ജോയിൻ ചെയ്യുന്നു. എഗെയിൻ എന്ത് ചെയ്യും, അത് ഡിഫ്ലക്ട് ചെയ്ത് സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മളതിനെ നോർത്ത് പസഫിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നു. അതെന്ത് ചെയ്യും, നമ്മുടെ നോർത്ത് അമേരിക്കയുടെ തീരത്തേക്ക് എത്തുന്ന സമയത്ത് രണ്ടായി ബൈഫർക്കേറ്റ് ചെയ്യുന്നു. ബൈഫർക്കേറ്റ് ചെയ്ത ഒരു പോർഷൻ എന്ത് ചെയ്യും, നോർത്ത് വേർഡ് സഞ്ചരിക്കുന്നു. അയാളെ നമ്മൾ അലാസ്ക കറണ്ട് എന്ന് പറയും. അലാസ്ക കറണ്ട് ഒരു ശീതജല പ്രവാഹമാണ്. ഇനി സൗത്ത് വേർഡ് സഞ്ചരിക്കുന്ന ഒരു ബ്രാഞ്ചും കൂടി ഉണ്ട്, അതും ഒരു ശീതജല പ്രവാഹമാണ്. അതിനെയാണ് നമ്മൾ കാലിഫോർണിയ കറണ്ട് എന്ന് പറഞ്ഞത്. കാലിഫോർണിയ കറണ്ട് എന്ത് ചെയ്യും, ഗ്രാജുവലി താഴേക്ക് വരുന്നു. നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ടുമായി ജോയിൻ ചെയ്ത് എന്ത് ചെയ്യും, ആ ഒരു സർക്കിള് കംപ്ലീറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർത്ത് പസഫിക് ഓഷനിലെ ഓഷൻ കറണ്ട്സ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, അപ്പൊ ബെറിംഗ് സ്ട്രേറ്റിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ആ ഒരു കറണ്ട് ഏതാണെടാ, ഒയാഷിയോ കറണ്ട്.
അപ്പം എന്താണ് ബെറിംഗ് കടലിടുക്ക് വഴി തെക്കോട്ട് ഒഴുകുന്ന സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത് ഒയാഷിയോ കറണ്ട് ആണ്. ഇനി എന്താണ് കുറോഷിയോ കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലേ നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് അല്ലെ, നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് എന്ത് ചെയ്യും നോർത്ത് വേർഡ് ഡിഫ്ലക്ട് ചെയ്ത് മുകളിലേക്ക് വരുന്ന സമയത്ത് അയാളെ പറയുന്ന പേരാണ് കുറോഷിയോ കറണ്ട്. കാലിഫോർണിയ കറണ്ട് അല്ലേ, എഗെയിൻ എന്താണ് ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് താഴേക്ക് വരുന്ന ശീതജല പ്രവാഹത്തെയാണ് നമ്മൾ കാലിഫോർണിയ കറണ്ട് എന്ന് പറയുന്നത്. ഇനി ഹംബോൾട്ട് കറണ്ട് എവിടെയാണ്? ഹംബോൾട്ട് കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് പസഫിക് ഓഷനിൽ അല്ലെ, സൗത്ത് പസഫിക് ഓഷനിൽ കാണുന്ന എന്താണ് ഒരു കറണ്ടാണ്, ഒരു ശീതജല പ്രവാഹത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹംബോൾട്ട് കറണ്ട് അല്ലെങ്കിൽ പെറൂവിയൻ കറണ്ട് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആ ഒരു സർക്കുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ എന്താണ് സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് അല്ലെ, സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് എന്ത് ചെയ്യുന്നു സഞ്ചരിക്കുന്നു, വെസ്റ്റ് വേർഡ് മൂവ് ചെയ്യുന്നു. അതിനുശേഷം കോറിയോളിസ് ഫോഴ്സ് കാരണം എന്ത് ചെയ്യുന്നു സൗത്ത് വേർഡ് അതിന് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. അത് ഓസ്ട്രേലിയയുടെ ഈസ്റ്റേൺ സൈഡിലൂടെ ഒഴുകുന്നത് കൊണ്ട് നമ്മൾ അതിനെന്താണ് ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് എന്ന് പറയുന്നു. എഗെയിൻ എന്താണ് അവര് ഇതെല്ലാം എന്താണ് ഉഷ്ണജല പ്രവാഹങ്ങളാണ് അല്ലേ, ഇതെന്ത് ചെയ്യും അത് ഡിഫ്ലക്ട് ചെയ്ത് എന്താണ് നമ്മുടെ ഒരു വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റിന് പാരലായിട്ട് ഒഴുകുന്നു. എന്നിട്ട് എന്ത് ചെയ്തു ഡിഫ്ലക്ട് ചെയ്താൽ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റിന്റെ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നു ഈ ഒരു സൗത്ത് പസഫിക് ഡ്രിഫ്റ്റ് അല്ലെ, സൗത്ത് പസഫിക് ഡ്രിഫ്റ്റുമായി എന്താണ് ചേരുന്നു. അതെന്ത് ചെയ്യും എഗെയിൻ നോർത്ത് വേർഡ് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ് ശീതജല പ്രവാഹം വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റിന്റെ ഇഫക്റ്റ് കാരണം ഒരു ശീതജല പ്രവാഹമായി മാറുന്നു. ആ ശീതജല പ്രവാഹത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെറൂവിയൻ കറണ്ട് അല്ലെങ്കിൽ ഹംബോൾട്ട് കറണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലേ. ഇനി ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും ഈ ഒരു ഹംബോൾട്ട് കറണ്ട് അല്ലെങ്കിൽ പെറൂവിയൻ കറണ്ടിനെ എന്ത് ചെയ്യും റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും എൽനിനോ എന്ന് പറയുന്ന ഒരു എന്ത് ചെയ്യും കറണ്ട് അല്ലെ, അത് ഉഷ്ണജല പ്രവാഹം തിരിച്ച് പ്രവഹിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എൽനിനോ എന്ന് പറയുന്നത്. ഉണ്ണിയേശു എന്നൊക്കെ വിളിക്കുന്ന എൽനിനോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പസഫിക് ഓഷനിലെ എന്താണ് കറൻസിനെ പറ്റിയാണ് പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് അറ്റ്ലാന്റിക് ഓഷന്റെ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യാം ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ എന്താണ് പ്രധാനമായിട്ടും ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുകൊണ്ടാണേ. അപ്പൊ എന്താണ് നെക്സ്റ്റ് വരുന്നത് എന്താണ് എഗെയിൻ എന്താണ് നമുക്കറിയാം അല്ലേ, നമ്മൾ നോർത്ത് അറ്റ്ലാന്റിക് സൗത്ത് അറ്റ്ലാന്റിക് എന്നുള്ള രീതിയിൽ നമുക്ക് രണ്ടായിട്ട് എന്ത് ചെയ്യാം ഈ ഒരു കറൻസിനെ എന്ത് ചെയ്യാം തിരിക്കാം. അതിൽ എന്താണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് നോർത്ത് അറ്റ്ലാന്റിക് ഓഷനിലെ കറൻസിന് നോക്കുമ്പോൾ നമുക്കറിയാം നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഉണ്ട്. അതെന്ത് ചെയ്യും കൊറിയോളിസ് ഇഫക്റ്റിന്റെ കാര്യമായിട്ട് എന്ത് ചെയ്യും ജസ്റ്റ് ഡിഫ്ലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും കരീബിയൻ സീയിലേക്ക് ഒരാൾ എൻ്റർ ചെയ്യും അല്ലേ. നമ്മുടെ നോർത്ത് എന്താണ് മെക്സിക്കോയുടെയൊക്കെ ഭാഗത്തൂടെയുള്ള കരീബിയൻ സീയിലേക്ക് ഒരാൾ എൻ്റർ ചെയ്യുന്നു, മറ്റേയാൾ എന്ത് ചെയ്യും അല്ലാതെ പോകുന്നു. ഇനി എന്താണ് കരീബിയൻ സീയുടെ ഭാഗത്തേക്ക് എൻ്റർ ചെയ്ത ആളിനെ നമ്മൾ ആൻഡെല്ലീസ് കറണ്ട് എന്ന് പറയുന്നത് എല്ലാം ഉഷ്ണജല പ്രവാഹങ്ങളാണ്. ഇനി എന്ത് ചെയ്യും ഈ ആള് ഗൾഫ് ഓഫ് മെക്സിക്കോ വഴി കറങ്ങി എന്ത് ചെയ്യും ഫ്ലോറിഡ സ്ട്രെയിറ്റ് വഴി വെളിയിലേക്ക് ഇറങ്ങുന്നു. ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് നമ്മുടെ എന്ത് ചെയ്യും അപ്പോഴെന്ത് ചെയ്യും ഈ ആൻഡെലിസ് കറണ്ടിലൂടെ നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്ത മറ്റേ പോർഷനും കൂടെ എന്ത് ചെയ്യും ജോയിൻ ചെയ്ത് മുന്നോട്ട് ഒഴുകുമ്പോൾ നമ്മൾ അതിനെ ഗൾഫ് സ്ട്രീം എന്ന് വിളിക്കുന്നു. ഇനി ഗൾഫ് സ്ട്രീം കുറച്ചുകൂടെ മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഗ്രീൻലാൻഡിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ലാബ്രഡോർ കറണ്ട് എന്ന് പേരുള്ള ഒരു എന്താണ് ശീതജല പ്രവാഹം എന്ത് ചെയ്യും ഈ ഗൾഫ് സ്ട്രീമുമായിട്ട് ജോയിൻ ചെയ്യുന്നു. ഉഷ്ണജല പ്രവാഹത്തിൻ്റെ കൂടെ ശീതജല പ്രവാഹം കൂടി എന്താണ് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് ഒരു ടെമ്പറേച്ചർ ഇൻവേർഷൻ സംഭവിക്കുകയും അവിടെ ഫോഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ് ഫിഷിങ്ങിനൊക്കെ വളരെ ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത് ഫിഷിങ്ങിനൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ഇനി എന്താണ് ലാബ്രഡോർ കറണ്ട് എന്താണ് ജോയിൻ ചെയ്ത് എന്താണ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അല്ലെ അതിന് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നു. അതിലേക്ക് ഈസ്റ്റ് ഗ്രീൻലാൻഡ് കറണ്ട് അല്ലെ ലാബ്രഡോർ കറണ്ട് വരും. അതുപോലെ ഈസ്റ്റ് ഗ്രീൻലാൻഡ് കറണ്ട് എന്ന് പറയുന്ന എന്താണ് ഒരു എന്താണ് ശീതജല പ്രവാഹം കൂടി ജോയിൻ ചെയ്യുന്നു. ഇനി ഇവരെന്ത് ചെയ്യും മുന്നോട്ട് പോയിട്ട് യൂറോപ്പിന്റെ ഭാഗത്ത് എത്തുന്ന സമയത്ത് യൂറോപ്പിന്റെ എന്താണ് ബാങ്ക്സ് എത്തുന്ന സമയത്ത് രണ്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്യുന്നു. നോർത്തേൺ റീജിയനിലേക്ക് പോകുന്ന ആളിനെ നമ്മൾ എന്താണ് നോർവീജിയൻ കറണ്ട് എന്ന് പറയുന്നു. ഈ നോർത്ത് സീയിലേക്ക് എന്താണ് നാവിഗേഷന് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉഷ്ണജല പ്രവാഹമാണ് ഇത് ഈ നോർവീജിയൻ കറണ്ട് എന്ന് പറയുന്നത്. അതിനുശേഷം ബൈഫർക്കേറ്റ് ചെയ്ത അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഒരു ശീതജല പ്രവാഹമാണ്. അതിന് നമ്മൾ കാനറീസ് കറണ്ട് എന്ന് പറയുന്നു. അതെന്ത് ചെയ്യും താഴേക്ക് നമ്മുടെ എന്താണ് ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ എന്താണ്
എന്താണ് വെസ്റ്റേൺ കോസ്റ്റ് വഴി എന്ത് ചെയ്യും, താഴോട്ട് പോകുന്നു. ഇനി ഈ കാനറീസ് കറണ്ടിന്റെ ഇഫക്റ്റ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് സഹാറ മരുഭൂമിയൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു കാനറീസ് കറണ്ടിന്റെ ഇഫക്റ്റ് കാരണമാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഒരു സെക്കൻഡേ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, നമ്മുടെ സൗത്ത് അറ്റ്ലാന്റിക് ഓഷൻ അല്ലെ, സൗത്ത് അറ്റ്ലാന്റിക് ഓഷനിൽ വരുന്നത്. സൗത്ത് അറ്റ്ലാന്റിക് ഓഷനിൽ വരുമ്പോൾ എഗെയിൻ ഇതുപോലെ അല്ലെ, സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് എന്ത് ചെയ്യുന്നു, ഡിഫ്ലക്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു, നമ്മുടെ സൗത്ത് അമേരിക്കയുടെ എന്താണ് വെസ്റ്റേൺ കോസ്റ്റിലൂടെ താഴേക്ക് വരുന്നു. അയാളെ നമ്മൾ ബ്രസീലിയൻ കറണ്ട് എന്ന് പറയുന്നു. ഇനി വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റിന്റെ എന്താണ് ഒരു പോർഷൻ എന്ത് ചെയ്യുന്നു, ഒരു ശീതജല പ്രവാഹമായിട്ട് നമ്മുടെ ബ്രസീലിയൻ കറണ്ടുമായിട്ട് എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്തതിനു ശേഷം ഇവരെന്ത് ചെയ്യുന്നു, ഒരു ഉഷ്ണജല പ്രവാഹമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ അതിന് നമ്മൾ എന്ത് പറയും, സൗത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മുടെ ആഫ്രിക്കയുടെ എന്താണ് വെസ്റ്റേൺ കോസ്റ്റിലൂടെ നമ്മുടെ എന്താണ് സൗത്ത് അമേരിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റിലൂടെ വരുന്നു. എന്താണ് ആഫ്രിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റിലൂടെ എന്താണ് കടന്നു പോകുന്ന ഒരു ശീതജല പ്രവാഹം ഉണ്ടോ, അതിനെ നമ്മൾ ബംഗ്വാല കറണ്ട് എന്ന് പറയുന്നു. അത് സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ടുമായിട്ട് ജോയിൻ ചെയ്ത് ആ ഒരു സർക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട എന്താണ് ഓഷൻ കറണ്ട്സ് വരുന്നത്. ഇപ്പൊ ഇതിൽ വരുന്ന ടേംസ് ഒക്കെ എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അതെന്താണ്, ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഏരിയയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോവാം. അപ്പൊ എന്താണ് ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒയാഷിരോ കറണ്ട് ആണ്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അവസാദശിലയ്ക്ക് എന്താണ് ഉദാഹരണം ഏത്? അപ്പൊ അവസാദശില എന്ന് നമ്മൾ പറഞ്ഞു സെഡിമെന്ററി റോക്കുകളാണെന്ന് പറഞ്ഞു അല്ലെ, ഇനി അതിന് ഉദാഹരണം ചോദിക്കുമ്പോൾ അല്ലെ, നമ്മുടെ എന്താണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ ഗ്രാനൈറ്റ്, ബി മാർബിള്, സി ചുണ്ണാമ്പ് എ ഗ്രാനൈറ്റ്, ബി ചുണ്ണാമ്പ് കല്ല്, സി മാർബിള് ആൻഡ് ഡി ബെസോൾട്ട് എന്നാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കടാ, നമുക്കറിയാലേ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇഗ്നിയസ് റോക്കാണ്. ബെസോൾട്ട് എന്ന് പറയുന്നതും ഒരു ഇഗ്നിയസ് റോക്കാണ്. ഇനി മാർബിൾ നമ്മൾ നേരത്തെ നോക്കിയല്ലോ, ഒരു മെറ്റാമോർഫിക് റോക്കാണ്. നമ്മുടെ ആൻസർ എന്താണ്, ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ ലൈംസ്റ്റോൺ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ലൈംസ്റ്റോൺ എന്താണ്, ഒരു സെഡിമെന്ററി റോക്കാണ്. ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് ഒരു സെഡിമെന്ററി റോക്കാണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ ലൈംസ്റ്റോൺ എന്ന് പറയുന്ന സെഡിമെന്ററി റോക്കാണ്. ഇനി നോക്കടാ, നമ്മുടെ എന്താണ് അടുത്ത് റാബി വിളയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നമുക്കറിയാം ഇന്ത്യയുടെ അഗ്രികൾച്ചറിൽ പ്രധാനമായിട്ടും 3 സീസൺസ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് എന്താണ്, ഖാരിഫ്, അതുപോലെ തന്നെ എന്താണ് റാബി ആൻഡ് സെയ്ദ് എന്ന് പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട സീസൺസ് ആണല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇതിൽ ഖാരിഫ് എന്ന് പറയുന്നത്
മൺസൂൺ അല്ലെ, ഇന്ത്യയുടെ എന്താണ് സൗത്ത് വെസ്റ്റ് മൺസൂണുമായി ബന്ധപ്പെട്ട്, തെക്ക് പടിഞ്ഞാറൻ മൺസൂണുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കൃഷികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഖാരിഫ് വിളകൾ എന്ന് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് ശൈത്യകാലവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എന്താണ് വിളകളെയാണ് നമ്മൾ റാബി വിളകൾ എന്ന് പറയുന്നത്. ഇനി ഇതിനിടയ്ക്ക് അല്ലേ, ഖാരിഫിനും റാബിക്കും ഇടയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ടൈം സ്പാനിൽ വരുന്ന എന്താണ് വിളകളെയാണ് നമ്മൾ സെയ്ദ് വിളകൾ എന്ന് പറയുന്നത്. ഇനി ഖാരിഫ് ക്രോപ്പിൽ റൈസ് ഒക്കെ വരുന്നത് എന്താണ് ഖാരിഫ് ക്രോപ്പാണ്. ഗോതമ്പ് പ്രധാനപ്പെട്ട ഒരു റാബി ക്രോപ്പാണ്. സെയ്ദ് ഒരു മെലൺ ടൈപ്സ്, കുക്കുംബർ, ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ഒക്കെ പ്രധാനപ്പെട്ട സെയ്ദ് ക്രോപ്സ് ആണ്. ഇനി നമ്മൾ എന്താണ് നമ്മുടെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട റാബി വിള ഏതെന്നാണ് ഉത്തരം എന്ന് പറയുന്നത് പുകയിലയാണ് കേട്ടോ. പുകയിലയാണ് പ്രധാനപ്പെട്ട റാബിക്ക് തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട റാബി ക്രോപ്പ് എന്ന് പറയുന്നത് പുകയിലയാണ്. നമ്മൾ എന്ത് ചെയ്യുക, NCERT ടെക്സ്റ്റ് കേട്ടോ, 10ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വളരെ കൃത്യമായിട്ട് അതിനകത്ത് ഏതൊക്കെയാണ് റാബി വിളകൾ, ഏതൊക്കെയാണ് സെയ്ദ് വിളകൾ, ഏതൊക്കെയാണ് ഖാരിഫ് ക്രോപ്പുകൾ എന്ന് വളരെ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഓരോ വിളകൾക്കുള്ള കണ്ടീഷൻസും അവർ ഫോം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കണ്ടീഷൻസും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, അതൊന്ന് നോക്കുന്നത് എന്തായിരിക്കും, വളരെ നന്നായിരിക്കും കേട്ടോ. ആ ഒരു ഏരിയ നന്നായിട്ടൊന്ന് പഠിച്ചു പോകുന്നത് എന്തായിരിക്കും, നമുക്ക് വളരെ നന്നായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു ചാപ്റ്റർ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു NCERT ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ചാപ്റ്റർ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കോണ്ടൂറിന്റെ നിർവചനം കണ്ടെത്തുക. അപ്പൊ എ എന്ന് പറയുന്നത് ഒരേ താപമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖ. ബി ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖ. സി ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖ. ഡി ഒരേ അളവിൽ മഴയുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖ. അപ്പൊ നമുക്കറിയാം അല്ലെ, കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത് ഹൈറ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഹൈറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മാപ്പുകളിൽ അല്ലെ, ടോപ്പോഗ്രാഫിക് മാപ്പുകളിൽ ഹൈറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ് കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത്. കോണ്ടൂർ രേഖകൾ ഒരേ ഉയരത്തിലുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖകളെയാണ് കോണ്ടൂർ രേഖകൾ എന്ന് നമ്മൾ പറയുന്നത്. ഇനി കോണ്ടൂർ രേഖകൾ മാത്രമാണോ? കോണ്ടൂർ രേഖകൾ മാത്രമല്ല, അത് പോരാതെ നമ്മൾ ഉയരത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് വേറെയും കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നേ ഈ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് എഗെയിൻ കോണ്ടൂർ രേഖകൾ അല്ലെ. കോണ്ടൂർ രേഖകൾ. പക്ഷെ ഇതിന് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഫോം ലൈന്, ബെഞ്ച് മാർക്ക്, സ്പോട്ട് ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് തന്നിട്ടുണ്ട്. ഇനി ഈ ഓരോ ഓപ്ഷനുകളും ഉയരത്തെ കുറിക്കാൻ വേണ്ടി ടോപ്പോഗ്രാഫിക് മാപ്പുകളിൽ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ്. ഇനി എന്തോന്നാണ് അവരൊക്കെ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് കോണ്ടൂർ രേഖകൾ നമ്മൾ പറഞ്ഞു. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. നെക്സ്റ്റ് ഫോം ലൈനുകൾ എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഫോം ലൈനുകളും ഉയരത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണെന്ന് നമുക്കറിയാം. അത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നു. അതാണ് ഫോം ലൈനുകൾ എന്ന് പറയുന്നത്. നോക്കടാ, ഈ ഒരു പർട്ടിക്കുലർ ഇത് നോക്കിക്കേ. ഇവിടെ നോക്കടാ, കണ്ടിന്യൂസ് ആണോ? ലൈൻസ് കണ്ടിന്യൂസ് അല്ലല്ലേ. അൺകണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസ് എന്ത് ചെയ്യും, ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയിരിക്കുന്നു അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോം ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇത്ര ഉയരമാണെന്ന് കണ്ടെത്താൻ കഴിയാത്ത സ്ഥലങ്ങളുടെ ഉയരത്തെ കുറിക്കാൻ വേണ്ടിയിട്ട് മാപ്പുകളിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഫോം ലൈനുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇനി സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിനായി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറയുന്നത്. നോക്കടാ, ഈ ചില ഈ വലിയ കുന്നുകളുടെ
ഒക്കെ ഉയരം കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നമുക്കറിയാലേ കോണ്ടൂർ രേഖകൾ എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരച്ചിട്ട് അതിൻ്റെ നടുക്ക് ഒരു കറുത്ത കുത്തിട്ടിട്ട് എന്ത് ചെയ്യും, ഉയരം എഴുതിയിരിക്കും. അപ്പോൾ വളരെ കൃത്യമായിട്ട് എന്താണ് ആ ഒരു ലൊക്കേഷൻ്റെ ഉയരം എത്രയാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്താണ് ഉയരത്തെ സൂചിപ്പിക്കുന്ന മാർഗ്ഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറയുന്നത്, സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ എന്താണ്, ബെഞ്ച് മാർക്കുകൾ. ബെഞ്ച് മാർക്ക് അതിനാണ് നമ്മൾ BM എന്ന് പറഞ്ഞിരിക്കുന്നത്. ബെഞ്ച് മാർക്കുകൾ എന്താണ്, ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഉയരത്തെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഈ ജലസംഭരണികൾ, പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നതിനാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ചില ഫ്ലാറ്റുകളുടെയോ അല്ല വലിയ ജലസംഭരണികളുടെയൊക്കെ എന്താണ് ഉയരം കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിന് ബെഞ്ച് മാർക്ക് ഹൈറ്റ്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സാധനം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കടാ, ഇവിടെ നോക്കടാ, ഈ ഒരു എന്താണ് ഇവിടെ പോയിന്റ് ഇട്ടിട്ട് അവിടെ എന്ത് ചെയ്യും, BM എന്ന് എഴുതിയിട്ട് അതിന്റെ പൊക്കവും കൂടി എന്ത് ചെയ്യും, റെഫർ ചെയ്യുന്ന എഴുതുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബെഞ്ച് മാർക്ക്. ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ നാല് രീതികൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഉയരത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതികളാണ് എന്ത്, ഈ ഒരു 4 രീതികൾ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിന് ശരിക്കും എന്താണ് ആൻസർ ഇല്ല കേട്ടോ. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇതിനകത്തൊന്നും എന്ത് ചെയ്യുന്നിട്ടില്ല, കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഖാരിഫ് കൃഷിയെക്കുറിച്ച് എന്ത് ചെയ്യും, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ വാചകങ്ങളാണ് ശരി എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കടാ, വിത്ത് വിതയ്ക്കുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലാണ്. ശരിയാണല്ലേ? ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ജൂൺ മുതൽ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ വരെയാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഖാരിഫ് ക്രോപ്സിന്റെ എന്ത് ചെയ്യുന്നത്, വിത്ത് വിതയ്ക്കുന്നത്. നമ്മൾ എന്താണ് സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ ഓൺസെറ്റോട് കൂടി വിത്ത് വിതയ്ക്കുന്ന ഇനം എന്താണ് കൃഷി രീതികളാണ് ഖാരിഫ് ക്രോപ്പുകൾ എന്ന് പറയുന്നത്. ഒക്ടോബർ നവംബറിൽ വിളവെടുക്കുന്നു. കറക്റ്റ് ആണ്. ആ സമയത്ത് വിളവെടുത്തതിന് എന്താണ് വിത്തിട്ടതിന് ശേഷം എന്താണ് ശൈത്യകാലം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് വിളവെടുക്കും. അതാണ് ഖാരിഫ് ക്രോപ്പുകൾ എന്ന് പറയുന്നത്. നെല്ല്, ജോവർ, റാഗി, ബാജ്ര എന്നിവ പ്രധാന എന്നാണ് കൃഷി ഇനങ്ങൾ പറയുന്നത്. ഇത് തെറ്റായിട്ടുള്ള എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ്, തെറ്റായിട്ടുള്ള മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. ഈ റാഗി, റാഗി ഒന്നും എന്തല്ല, ഒരു ഖാരിഫ് ക്രോപ്പ് അല്ല, അതൊരു റാബി ക്രോപ്പാണ് കേട്ടോ. റാബി ക്രോപ്പാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി എന്താണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്താണ് കൃഷി ചെയ്യുന്നത്. ഇതെന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തല്ല, എന്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഖാരിഫ് കൃഷി എന്ത് ചെയ്യുന്നത്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, സൗത്ത് വെസ്റ്റ് മൺസൂണുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൃഷി നടക്കുന്നത്. സോ എന്താണ്, നാലാമത്തെ ഓപ്ഷനാണ് തെറ്റ്. 1, 2, 3 ശരിയായിട്ടുള്ള ഓപ്ഷനുകളാണ്. പക്ഷെ അങ്ങനെ എന്താണ് ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്, ധരാതലീയ ഭൂപടങ്ങൾ അല്ലെ, ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ, എന്താണ് ധരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്ര എന്നുള്ളതാണ് ചോദ്യം. അതിനകത്ത് തന്നെ പറയും, ഡിഗ്രി ഷീറ്റ് എന്ന് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഡിഗ്രി ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്, 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള എന്താണ് ടോപ്പോഗ്രാഫിക്കൽ അല്ലെങ്കിൽ ധരാതലീയ ഭൂപടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഗ്രി ഷീറ്റുകൾ എന്ന് പറയുന്നത്. ഇനി മില്യൺ ഷീറ്റ് ആണെങ്കിലോ, ചോദ്യം മില്യൺ ഷീറ്റ് എന്നായിരുന്നെങ്കിലോ, മില്യൺ ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്ര എന്നുള്ളതാണ് ചോദ്യമെങ്കിലോ, മില്യൺ ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്ര ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യമെങ്കിലോ, മില്യൺ ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ 4 ഡിഗ്രി ആണ് അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, 4 ഡിഗ്രി ആണ് എന്ത്, നമ്മുടെ മില്യൺ ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് എന്താണ്, 4 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഇനി ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളുടെയോ, ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് നമ്മൾ വിളിക്കുന്ന ആൾക്കാരുടെ എന്താണ് അക്ഷാംശ രേഖാംശ വ്യാപ്തി വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് ആണ് അല്ലേ. 15 മിനിറ്റ് എന്താണ് അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള ആൾക്കാരെയാണ് നമ്മൾ ടെക്നിക്കലി എന്താണ് ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് അല്ല ടോപ്പോ ഷീറ്റുകൾ എന്ന് പറയുന്നത്.
ടോപ്പോ ഷീറ്റുകൾ എന്ന് പറയുന്ന ആൾക്കാരുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. 15 മിനിറ്റ് ഈച്ച് ആണ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോപ്പോ ഷീറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചുവടെ സൂചിപ്പിക്കുന്നവയിൽ അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. ഏത്? അലൂമിനിയത്തിന്റെ അയിരെന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ് കേട്ടോ. അലൂമിനിയത്തിന്റെ അയിരെന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റിനെയാണ് നമ്മൾ അലൂമിനിയത്തിന്റെ അയിര് എന്ന് പറയുന്നത്. ലിഗ്നൈറ്റ് ഒരു കോളാണ് അല്ലേ? കോളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിഗ്നൈറ്റ് എന്ന് പറയുന്നത് കോളിനെയാണ്. മോണോസൈറ്റ് ഇൽമനൈറ്റ് അല്ലേ? നമുക്കറിയാലേ മോണോസൈറ്റ് ഇൽമനൈറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? തോറിയത്തിന്റെയും ടൈറ്റാനിയത്തിന്റെയും ഒക്കെ എന്താണ്? ഓറുകളെയാണ് നമ്മൾ മോണോസൈറ്റ് ഇൽമനൈറ്റുകൾ എന്നൊക്കെ പറയുന്നത് അല്ലേ? നമ്മുടെ എന്താണ് ചവറയിലൊക്കെ കിട്ടുന്നതല്ലേ? ചവറയിലും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കടൽ തീരങ്ങളിലൊക്കെ കിട്ടുന്ന നമ്മുടെ കേരള കോസ്റ്റിൽ പ്രധാനമായിട്ട് കാണുന്ന എന്താണ് ആൾക്കാരാണ് ഈ ഇൽമനൈറ്റ് എന്ന് പറയുന്നത്. മോണോസൈറ്റ് തോറിയത്തിന്റെ ആണ് അല്ലേ? ലിഗ്നൈറ്റ് എന്ന് പറയുന്ന കോളാണ്. ബോക്സൈറ്റ് ആണ് ഏത്? അലൂമിനിയത്തിന്റെ ഓർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അയണൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. എന്താണ് അയണിന്റെ പ്രധാനപ്പെട്ടതാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ് ഒക്കെ എന്താണ് അയണിന്റെ ഓറുകളാണ്. അയണിന്റെ പ്രധാനപ്പെട്ട എന്താണ് ഓറുകളാണ് അല്ലെ? അയിരുകളാണ് എന്ത്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാര്. അതുപോലെ തന്നെ എന്താണ് സിങ്കിന്റെ സ്പാലറൈറ്റ് സിങ്കിന്റെ ആണ്. ലെഡിൻ്റെത് ഗലീന എന്ന് പറയുന്ന ആള് ലെഡിൻ്റെത് ഗലീന എന്ന് പറയുന്ന ഒരാളാണ്. ഇനി കോപ്പറിൻ്റെത് മാലക്കൈറ്റ്, കുപ്രൈറ്റ്, ചാൽക്കോപൈറൈറ്റ്. പൈറൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അയണിന്റെ ആയിട്ട് പറയാം കേട്ടോ. പൈറൈറ്റ്. ഓക്കെ, ചാൽക്കോപൈറൈറ്റ് ഒക്കെ കോപ്പറിന്റെ എന്താണ് പ്രധാനപ്പെട്ട ഓറുകളാണ്. ഓക്കെ, ഇതിൽ അയൺ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ലെഡ് ചോദിച്ചു കണ്ടിട്ടുണ്ട്, സിങ്ക് കണ്ടിട്ടുണ്ട്, കോപ്പറൊക്കെ എന്താണ് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. സോ എന്താണ് കുറച്ച് ഓറുകൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് കേട്ടോ. ഓക്കെ, നോക്കുന്നതിന് മുന്നേ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്ക് ഇന്ന് താഴെ പറയുന്നവയിൽ ഏത് തരം പാറകളാണ് എന്താണ് അവയുടെ ഉദാഹരണവുമായി പൊരുത്തപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ആഗ്നേയശില എന്താണ് ബെസോൾട്ടുമായിട്ട് അല്ലെ? ആഗ്നേയശില ബെസോൾട്ടുമായിട്ട് എന്താണ് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കറക്റ്റ് ആണ് അല്ലേ? അവസാദശില സ്ലേറ്റ് ഒരു സെഡിമെന്ററി റോക്ക് ആണോ? രൂപാന്തരശില എന്ന് ഉദ്ദേശിക്കുന്ന കായാന്തരശില തന്നെയാണ് കേട്ടോ. രൂപാന്തരശില എന്ന് ഉദ്ദേശിക്കുന്നത് കായാന്തരശില തന്നെയാണ്. അപ്പൊ എന്താണ് 3 മാർബിൾ ശരിയാണ്. സ്ലേറ്റ് എന്ത് ചെയ്തിട്ടില്ല? ഒരു മെറ്റാമോർഫിക് റോക്ക് ആണ് കേട്ടോ. അതൊരു സെഡിമെന്റ് റോക്ക് അല്ല. സോ എന്താണ് 2 തെറ്റാണ് കേട്ടോ. 2 ഇവിടെ എന്താണ് തെറ്റാണ്. അപ്പൊ എന്താണ് ശരിയായി പൊരുത്തപ്പെട്ടുള്ളത് 1ഉം 3ഉം ആണ്. 1ഉം 3ഉം ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആള്. ഇനി എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ എന്താണ് സമുദ്രജല പ്രവാഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മളിപ്പോൾ എന്താണ് ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. ഇതിന്റെ ഓപ്ഷൻ ഒന്ന്, ഇതിന്റെ കറക്റ്റ് ആൻസർ ഒന്ന് കമന്റ് ചെയ്യടാ. നമ്മളിപ്പോൾ നോക്കിയ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യൂ. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യൂ.
ബി എന്നൊക്കെ പറയുന്നുണ്ട്. എ. കറക്റ്റ് ആണല്ലേ? കറക്റ്റ് ആണ്, എ ആണല്ലേ. ഗൾഫ് എന്താണ് നമ്മുടെ ഒന്നാമത്തെ അസേർഷൻ നോക്കാം. ഓക്കെ, എന്താണ് ഗൾഫ് പ്രവാഹം ലാബ്രഡോർ വൈദ്യുതി തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് കറൻസിനെയാണ് കേട്ടോ. കറൻസിനെയാണ് വൈദ്യുതി തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെ. ഗൾഫ് പ്രവാഹം ലാബ്രഡോർ വൈദ്യുതധാരയുമായി ചേർന്ന് വടക്കൻ അറ്റ്ലാന്റിക് പ്രദേശത്ത് ഇടതൂർന്ന മൂടൽമഞ്ഞ് ഉണ്ടാക്കുന്നു. അപ്പൊ എന്താണ് ഗൾഫ് സ്ട്രീം കമ്പൈൻസ് വിത്ത് ലാബ്രഡോർ കറന്റ് പ്രൊഡ്യൂസ് ഡെൻസ് ഫോഗ് ഇൻ ദി നോർത്ത് അറ്റ്ലാന്റിക് റീജിയൻ. കറക്റ്റ് അല്ലേ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഗൾഫ് സ്ട്രീം എന്ന് പറയുന്ന ഒരു ഉഷ്ണജല പ്രവാഹം എന്ത് ചെയ്യും, നമ്മുടെ എന്താണ് ഗ്രീൻലാൻഡിന്റെ വെസ്റ്റേൺ പോർഷനിൽ നിന്ന് വരുന്ന ലാബ്രഡോർ കറണ്ട്, അതൊരു എന്താണ് ശീതജല പ്രവാഹമാണ് അല്ലെ. ശീതജല പ്രവാഹമായിട്ടുള്ള ഒരു കോൾഡ് ഓഷൻ കറണ്ട് ആയിട്ടുള്ള ലാബ്രഡോറുമായി കമ്പൈൻ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് എന്ത് ചെയ്യും, ഒരു ടെമ്പറേച്ചർ ഇൻവേർഷൻ സംഭവിക്കുകയും അവിടെ എന്ത് ചെയ്യും, ഒരു ഡെൻസ് ആയിട്ടുള്ള ഫോഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും എന്നും പറഞ്ഞു അല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ ഈ അസേർഷൻ എ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിന്റെ റീസൺ നോക്കാം. ചൂട് പ്രവാഹങ്ങൾ തണുത്ത കറൻസുമായി ചേരുമ്പോൾ താപനിലയുടെ വിപരീതം സംഭവിക്കുന്നു. അപ്പൊ ഇൻ ഇംഗ്ലീഷ് നോക്കുമ്പോൾ ദ വാം വാട്ടർ കറൻസ് മീറ്റ് വിത്ത് കോൾഡ് കറണ്ട് ഇൻവേർഷൻ ഓഫ് ടെമ്പറേച്ചർ ഹാപ്പൻസ്. അതല്ലേ പറഞ്ഞത് വൈദ്യുത എന്താണ് സോറി അവിടെ എന്താണ് ഒരു ടെമ്പറേച്ചർ ഇൻവേർഷൻ സംഭവിക്കുമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ അത് തന്നെയല്ലേ ഇവിടെയും പറയുന്നത്. സോ എന്താണ് എ എന്ന് പറയുന്ന അസേർഷനും ശരിയാണ്, അതിന്റെ റീസൺ ആർ എന്ന് പറയുന്ന അതിന്റെ റീസണും എന്താണ് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്താണ് ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പൊ എന്താണ് കറക്റ്റ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. നമ്മുടെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേടാ? ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഒരാളെ പറഞ്ഞുള്ളല്ലോ. എന്തു പറ്റി? നേരത്തെ നമ്മളിപ്പോ പറഞ്ഞിട്ടില്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണത് കിട്ടാത്തത്? എന്തു പറ്റി? ആ ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ റഷ്യയുടെ ആ ഒരു എന്താണ് സദേൺ പെനിൻസുലകൾ ആ ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോഗുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ എന്താണ് ഇത് നമ്മൾ എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് നോർത്ത് ബാങ്കുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് എടുത്തു പറയുന്നത്. എവിടെ എന്താണ് ഒരു വാം ഓഷൻ കറണ്ട് കോൾഡ് ഓഷൻ കറണ്ടുമായി ചേരുമ്പോഴും എന്താണ് ഫോഗ് ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട് കേട്ടോ. അവിടെ ടെമ്പറേച്ചർ ഇൻവേർഷൻ സംഭവിക്കും, ഫോഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ ഒരു എന്താണ് ഉത്തരമാണ് ചോദ്യമാണ് നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അതും എന്താണ് ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്താണ് പ്രധാനമായിട്ടും ഇന്ന് നോക്കിയിട്ടുള്ളത് എന്താണ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അല്ലേ.
നമ്മൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇന്ന് നോക്കിയ കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഓഷനോഗ്രാഫിയുടെ പോർഷൻസ് എന്താണ് ചോദിച്ചു കണ്ടിട്ടുള്ളതെങ്കിൽ എന്താണ് അത്യാവശ്യം നമ്മളെ കുഴയ്ക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ ആ ഭാഗത്ത് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വരാനുണ്ടെങ്കിൽ കൂടുതലായിട്ടും വരാനുള്ളത്. ഇപ്പോൾ നമ്മൾ എന്താണ് സാറ്റർഡേ എക്സാം ഉള്ള ആൾക്കാർക്ക് എന്താണ് പ്രധാനമായിട്ടും ഇനി ജോഗ്രഫിയിൽ നിങ്ങൾ റിവൈസ് ചെയ്ത് എന്തായാലും നമ്മുടെ അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. ഇപ്പൊ ഈ ഏരിയകൾ എന്ത് ചെയ്യുക, വിട്ടുപോകരുത്. അതുപോലെ തന്നെ ഓഷനോഗ്രഫിയിൽ കറൻസിനെ പറ്റി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഏതൊക്കെ എന്താണ് കറൻസ് എവിടെയൊക്കെ വരുന്നു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നല്ലൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ടോപ്പോഗ്രാഫിക് മാപ്സ് ആ ഒരു ഭാഗത്തു നിന്നുള്ള ടെക്നിക്കലായിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചോദിക്കാതിരിക്കാം. ആ ഭാഗങ്ങൾ അധികം ടെക്നിക്കൽ എന്നല്ല, നമ്മളെ കുഴപ്പിക്കാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാം ചോദിക്കാതിരിക്കാം. എന്നാലും എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്ന് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഈ മാപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കിയിട്ട് പോവുക. അതിനുശേഷം എന്താണ് ഖാരിഫ് ക്രോപ്പുകൾ ഏതൊക്കെയാണ്, റാബി ക്രോപ്പുകൾ ഏതൊക്കെയാണ്, സെയ്ദ് ക്രോപ്പുകൾ ഏതൊക്കെയാണ്, അവരുടെയൊക്കെ ടൈമിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് ഓടിച്ച് നോക്കുക. പിന്നെ എന്താണ് പ്രധാനമായിട്ടും നമുക്ക് പ്രധാനമായിട്ടും വരാനുള്ളത്, അതുപോലെ തന്നെ ലാൻഡ് ഫോംസ് എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചു, ഇന്ന ആളെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ അത് നാച്ചുറൽ ഏജൻസിലേക്ക് എത്താനുള്ള രീതിയിലുള്ളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ നമുക്ക് പിന്നെ നിങ്ങൾക്ക് ഈ കല്ലുകൾ റോക്സിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എഴുതാൻ പറ്റുന്ന ഒരു ഐഡിയ നമുക്കുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഓറുകളെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നതും നല്ലതായിരിക്കും. ഇത്രയൊക്കെ ജസ്റ്റ് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ബാക്കി ഇപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ കാര്യമായാലും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് റിവിഷൻ പോലെ തന്നിട്ടുള്ള നോട്ടുകളെല്ലാം എന്ത് ചെയ്യുക, ജസ്റ്റ് ഓടിച്ച് എന്ത് ചെയ്യുക വായിച്ചു പോവുക. ഓടിച്ചോടിച്ചോടി എന്ത് ചെയ്യുക വായിച്ചു പോവുക. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കൊരു ഐഡിയ കിട്ടും. ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പോയി എക്സാം എഴുതുക. നമുക്ക് എന്തായാലും എന്ത് ചെയ്യും, നല്ലൊരു ഐഡിയ കിട്ടും കേട്ടോ, സോ എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. ഒരുപാട് ടൈം ഒന്നിലും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാതെ എല്ലാത്തിനും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ കൊടുക്കുക. എന്തായാലും എക്സാമിന് നമ്മളെ കുഴപ്പിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളൊന്നും ജോഗ്രഫിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും ജോഗ്രഫി ഏരിയയിൽ നിന്ന് വരുന്നത്. എന്തായാലും സാറ്റർഡേ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർക്കെല്ലാം ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് എന്ത് ചെയ്യാൻ നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.